പരിശുദ്ധതയുടെ പറുദീസയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ വിശുദ്ധ ഈഡിത്ത് സ്റ്റെയിനെ കുറിച്ചാണ് നമ്മൾ കേൾക്കുക. യഹൂദ മതവിശ്വാസത്തിൽ വളർന്ന് തത്വചിന്തയുടെ പാതയിലൂടെ കടന്ന് സത്യാന്വേഷിയായി തീർന്ന് അവസാനം ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ഒരു വിശുദ്ധയുടെ ജീവിതമാണ് വിശുദ്ധ ഈഡിത്ത് സ്റ്റെയിൻ്റേത്. ഈഡിത്ത് ജനിച്ചത് 1891 ഒക്ടോബർ 12 ജർമ്മനിയിലെ ബ്രെസ്ലോ എന്ന പട്ടണത്തിലാണ്. അഗസ്റ്റ സിഗ്ഫ്രിഡ് ദമ്പതികളുടെ മകളാണ് ഈഡിത്ത്. ഈഡിത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ കുടുംബം ഒരു പരമ്പരാഗത യഹൂദ കുടുംബം തന്നെയായിരുന്നു. ജർമ്മനിയിലായിരുന്നെങ്കിലും അവരുടെ ആ ഒരു കുടുംബത്തിൽ അവരുടെ വീട് ഒരു സാധാരണ ഒരു യഹൂദ ഭവനം എപ്രകാരമായിരിക്കുമോ അതേ ഘടനയിൽ തന്നെയായിരുന്നു അവരുടെ ആ ഒരു വീടെന്ന് പറയുന്നത്. ശാളനപാത്രവും ചിത്രപ്പണികളുള്ള വിരികളും എല്ലാം അവരുടെ ആ ഒരു വീട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു യഹൂദ പാരമ്പര്യം തുടർന്നുകൊണ്ട് പോകുന്ന ഒരു കുടുംബമായിരുന്നു ഈഡിത്തിൻ്റെത്. ഈഡിത്തിൻ്റെ അമ്മയും വളരെ നല്ലൊരു വിശ്വാസിയായിരുന്നു. മക്കളെ വിശ്വാസത്തിൽ വളർത്താനായിട്ട് അമ്മ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതുകൂടാതെ അപ്പൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു യഹൂദ റബ്ബി എപ്രകാരമായിരിക്കുമോ അതുപോലെയായിരുന്നു ഈഡിത്തിൻ്റെ അപ്പൻ സിഗ്ഫ്രിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. മക്കളെയൊന്നും പെൺമക്കളായിരുന്നു. അപ്പോൾ യാതൊരു കാരണവശാലും അവരെ പുറത്തു വിടുകയോ അങ്ങനെ അനാവശ്യമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം നൽകുകയൊന്നും അപ്പൻ ചെയ്തിരുന്നില്ല. അപ്പോൾ ഒരു അടഞ്ഞ ഒരു കുടുംബാന്തരീക്ഷത്തിലാണ് ഈഡിത്ത് വളർന്നു വരിക. അപ്പോൾ ഈഡിത്തിൻ്റെ ഈ ഒരു ജീവിത കാലഘട്ടത്തിൽ ബാല്യകാലത്തിലൊന്നും ഈഡിത്ത് പ്രത്യേകമായ സ്വാതന്ത്ര്യമൊന്നും അനുഭവിച്ചിരുന്നില്ല എന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കുക. പിന്നീട് ഒരിക്കൽ പെട്ടെന്ന് സൂര്യാഘാതം ഏറ്റ് ഈഡിത്തിൻ്റെ അപ്പൻ മരണപ്പെടുകയാണ്. അതിനുശേഷം അമ്മയ്ക്ക് കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് അമ്മ നിർബന്ധിതയായിത്തീരുന്നു. അപ്പോൾ ഈ അപ്പൻ്റെ മരണത്തിന് ശേഷമാണ് ഈഡിത്തിന് കൂടുതൽ സ്വാതന്ത്ര്യത്തോടു കൂടി അവളുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവൾക്ക് സാധിക്കുക. അപ്പൻ്റെ മരണശേഷം അവൾ പഠനത്തിനായിട്ട് സ്കൂളിൽ പോകാൻ തുടങ്ങുന്നു. അതോടൊപ്പം അവളുടെ സഹോദരി അങ്ങനെ അവർ സ്കൂൾ പഠനം തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അമ്മ മാത്രമാണ് അവരെ നോക്കിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്നതിൻ്റെ ആ ഒരു സന്തോഷം അവളുടെ ജീവിതത്തിൽ അവൾക്ക് പ്രത്യേകം ലഭിച്ചിരുന്നു. അങ്ങനെ കുറച്ച് നാളത്തെ ആ ഒരു സ്കൂൾ പഠനത്തിനൊക്കെ ശേഷം ഈഡിത്തിന് പെട്ടെന്ന് തനിക്ക് പഠനം ഇനി വേണ്ട, പെട്ടെന്ന് നിർത്താം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവൾ എത്തിച്ചേരുകയാണ്. ഇതെല്ലാവർക്കും ഒരു ആശ്ചര്യമായിരുന്നു. കാര്യം എന്തുകൊണ്ടാണ് അവൾ ഇപ്രകാരം പറയുന്നതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ അമ്മയ്ക്കും അവളുടെ ഈ ഒരു തീരുമാനത്തോട് ചേർന്ന് പോകാനായിട്ട് അമ്മയ്ക്ക് വളരെയേറെ ബുദ്ധിമുട്ട് തോന്നി. എന്നിരുന്നാലും അവളുടെ തീരുമാനത്തിൽ അവളെന്തെങ്കിലും മാറ്റം വരുത്തിയാലോ എന്ന് കരുതി അമ്മ അവളുടെ സഹോദരിയുടെ ഭവനത്തിലേക്ക്, കുറച്ച് അകലെയുള്ള സഹോദരിയും ഭർത്താവുമായിട്ട് അവൾ ജീവിക്കുന്ന മറ്റൊരിടത്തേക്ക് അവരുടെ കുടുംബത്തോടൊപ്പം കുറച്ച് നാൾ പോയി താമസിക്കട്ടെ എന്ന് അമ്മ തീരുമാനിക്കുകയാണ്. അങ്ങനെ അതിനെ തുടർന്ന് ഈഡിത്ത് തൻ്റെ ചേച്ചിയുടെ കൂടെ കുടുംബത്തോടൊപ്പം അവിടെ കഴിഞ്ഞുകൂടുന്നു. അങ്ങനെ ഈഡിത്ത് എൻ്റെ ജോലികളെന്ന് പറഞ്ഞാൽ അവളുടെ വീട്ടിലൊക്കെ അവരെ സഹായിക്കുക, അതോടൊപ്പം ചേച്ചിയുടെ കുഞ്ഞിനെ നോക്കുക, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് അവൾ അവിടെ കഴിഞ്ഞുകൂടി. അങ്ങനെ സ്വാഭാവികമായും അമ്മ ഉദ്ദേശിച്ച കാര്യം അവിടെ നടന്നു. അതായത് കുറച്ച് അവൾ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി താനിങ്ങനെ കുഞ്ഞിനെ നോക്കിയോ അല്ലെങ്കിൽ ഇവിടുത്തെ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി നിൽക്കേണ്ട ആളല്ല, തനിക്ക് മറ്റെന്തോ തൻ്റെ ജീവിതത്തിന് നല്ലൊരു ദൗത്യമുണ്ട്, വേറൊരു നിയോഗമുണ്ട്. അപ്പോൾ തനിക്ക് പോയി ഇനിയും പഠിക്കണം എന്നുള്ളൊരു തീരുമാനം അവളുടെ മനസ്സിൽ വരികയാണ്. അങ്ങനെ അതിനെ തുടർന്ന് അവൾ ചേച്ചിയോടൊപ്പം ഉള്ള ജീവിതമൊക്കെ മതിയാക്കി അവൾ അമ്മയോട് പറയും, എനിക്ക് തിരിച്ചു വരണം, എനിക്ക് തൻ്റെ പഠനം തുടരണമെന്ന് അമ്മയോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ സന്തോഷപൂർവ്വം അമ്മ അതിന് അനുമതി നൽകുന്നു. അങ്ങനെ ഈഡിത്ത് തൻ്റെ പഠനം തുടരാനായിട്ട് തീരുമാനിച്ച് കോളേജിൽ ചേരുകയാണ്. കോളേജിൽ അവൾ ശാസ്ത്ര പഠനവും മനഃശാസ്ത്ര പഠനവും ജർമ്മനും ഒക്കെ പഠിക്കാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ കോളേജിൽ ചേർന്ന ശേഷം ഈഡിത്തിൻ്റെ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. നമുക്ക് സാധാരണ കാണാവുന്ന പോലെ ഏതൊരു യുവതിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പോലെ അവൾക്കും സാധാരണ ജീവിതത്തിൽ അവൾ ഇതുവരെ തുടർന്നുകൊണ്ട് പോയിരുന്ന ഒരു പരമ്പരാഗത പ്രാർത്ഥന രീതികളൊന്നും അവൾക്ക് ഇഷ്ടപ്പെടാതെയായി. സിനഗോഗിൽ അമ്മയോടൊപ്പം ശിരോവസ്ത്രം ധരിച്ച് പോയിരുന്നതൊക്കെ അവൾക്ക് ഇഷ്ടമില്ലാതെയായി.
പിന്നെ അവിടെ പോയി പ്രാർത്ഥിക്കുന്നതൊക്കെ ഒരു ചടങ്ങ് എന്ന പോലെ അവൾ നിർവഹിക്കാനൊക്കെ തുടങ്ങി. കോളേജിൽ ആയ ശേഷം അവൾ പെട്ടെന്ന് പ്രശസ്തയായി. അവളെല്ലാവർക്കും പ്രിയങ്കരയായിരുന്നു. അപ്പോൾ എല്ലാവരും ഒത്തിരി കൂട്ടുകാരും എല്ലാം കൂടെയായി. അതോടൊപ്പം തന്നെ ശാസ്ത്ര പഠനം ആരംഭിച്ചതോടുകൂടി അവൾക്ക് തൻ്റെ വിശ്വാസത്തിലൊക്കെ ചെറിയ ചെറിയ മാറ്റം, അതിൽ സംശയമൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ അവൾ വിശ്വാസത്തിൽ നിന്നൊക്കെ ഒരുപാട് അകന്ന് തുടങ്ങി. അവളുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മൊത്തത്തിൽ അങ്ങ് മാറാൻ തുടങ്ങി. അപ്പോൾ ഈഡിത്തിലുള്ള ഈ ഒരു മാറ്റം അമ്മ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു. അങ്ങനെ അമ്മയ്ക്ക് ഇതിൽ മകളുടെ ഇങ്ങനെയൊരു പോക്കിൽ അമ്മയ്ക്ക് വളരെയേറെ നിരാശ തോന്നി. അമ്മ അവളോട് മാറാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ എന്നാൽ പോലെ അമ്മയുടെ ഉപദേശങ്ങളൊന്നും അവൾ വകവച്ചിരുന്നില്ല. അങ്ങനെ അമ്മ മകൾക്ക് വേണ്ടിയിട്ട് വളരെ തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ ഈഡിത്തിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ അമ്മ കാത്തിരുന്നു. പിന്നെ ഈ സമയത്താണ് ഈഡിത്ത് അമ്മയോട് പറയുക തനിക്ക് PhD എടുക്കണം, അതും തത്വശാസ്ത്രത്തിൽ ഫിലോസഫിയിൽ PhD എടുക്കണം എന്നുള്ളൊരു ആവശ്യം കൂടി അമ്മയോട് പറയാണ്. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് യാതൊരു കാരണവശാലും അനുവദിക്കാൻ സാധിക്കുമെന്നില്ല. അമ്മയ്ക്ക് ഒട്ടും തന്നെ അവൾക്ക് പെർമിഷൻ കൊടുക്കാൻ തോന്നിയില്ല. കാര്യം അവളുടെ ഒരു പോക്ക് ആ രീതിയിലായിരുന്നു. അങ്ങനെ അമ്മ പൂർണ്ണമായിട്ട്, പ്രത്യേകിച്ച് ഇവരുടേത് ഒരു യഹൂദ കുടുംബം കൂടിയാണ്. അപ്പോൾ ആ മകൾക്ക് തുടർന്ന് പഠിക്കാനായിട്ട് അനുമതി നൽകിയത് തന്നെ വലിയൊരു തെറ്റായിപ്പോയെന്ന് ഈഡിത്തിൻ്റെ അമ്മയ്ക്ക് തോന്നിത്തുടങ്ങി. കാര്യം ഇവരുടെ ഒരു പാരമ്പര്യം അനുസരിച്ച് സ്ത്രീകളെ അങ്ങനെ പുറത്തു പോയി വിടാറില്ല. അപ്പോൾ പലരുടെയും എതിർപ്പുകളൊക്കെ വകവയ്ക്കാതെയാണ് അമ്മ മക്കളെ നന്നായി പഠിപ്പിക്കണം, നല്ല വിദ്യാഭ്യാസം നൽകണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി അവരെ പഠിപ്പിച്ചത്. പക്ഷേ ഇതിപ്പോൾ തനിക്ക് തന്നെ ഒരു വിനയായി തീർന്നിരിക്കുകയാണല്ലോ എന്നുള്ളൊരു ചിന്ത അമ്മയെ അലട്ടി. അപ്പോൾ അതുകൊണ്ട് ഇനിയും ഇവളെ പഠിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഇവളെ എനിക്ക് പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുമെന്നൊരു തോന്നൽ അമ്മയ്ക്ക് ഉണ്ടായതുകൊണ്ടാകാം അമ്മ ആദ്യം അവൾക്ക് അനുമതി നൽകിയില്ല എടുക്കാനായിട്ട്. പക്ഷേ പിന്നീട് അവളുടെ ആ ഒരു വാശി കാരണം മനസ്സോടെ അമ്മ അവൾക്ക് PhD എടുക്കാൻ, ഫിലോസഫിയിൽ PhD എടുക്കാനായിട്ടുള്ള പെർമിഷൻ കൊടുക്കുകയാണ്. പക്ഷേ അമ്മ തൻ്റെ പ്രാർത്ഥനകൾ തുടർന്നു. അങ്ങനെ ഈഡിത്ത് തൻ്റെ ആ ഒരു ഫിലോസഫി പഠനം ആരംഭിച്ചു കഴിഞ്ഞതോടുകൂടി അവൾക്ക് നിരീശ്വരവാദം, യുക്തിചിന്തയെല്ലാം വളരെ നന്നായി ശക്തിപ്പെടാൻ തുടങ്ങി. അവൾക്ക് ഒട്ടും തന്നെ വിശ്വാസ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ദൈവമുണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ അവൾക്ക് ഒട്ടും തീരെ വിശ്വാസമില്ലാത്ത ഒരവസ്ഥയിൽ അവൾ എത്തിച്ചേരുകയാണ്. അങ്ങനെ അവളുടെ ഫിലോസഫി പഠനം നല്ല രീതിയിൽ തന്നെ പോകുന്നു. അവൾ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്, പ്രബന്ധങ്ങൾ തയ്യാറാക്കുന്നു. അപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് തത്വചിന്തയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് അവൾ വളരെ സീരിയസ് ആയിട്ട് ഒരു പ്രബന്ധം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾ ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ അവൾക്ക് പ്രിയപ്പെട്ട കുഞ്ഞുസാർ എന്നറിയപ്പെടുന്ന ഒരു അധ്യാപകൻ, റുഡോൾഫ് ഡെയ്നായിക്ക് എന്ന് പറയുന്ന ഒരു അധ്യാപകൻ അവൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു കത്തോലിക്ക വിശ്വാസിയായിരുന്നു. അപ്പോൾ ഈ സാറിൻ്റെ ആ ഒരു എല്ലാവരോട്ടും വിദ്യാർത്ഥികളോടുള്ള ഒരു ഇടപഴകലൊക്കെ കൊണ്ട് എല്ലാവർക്കും അദ്ദേഹം വളരെ പ്രിയങ്കരനായൊരു അധ്യാപകനായിരുന്നു. അപ്പോൾ ഇടയ്ക്കൊക്കെ ഈഡിത്ത് അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിക്കാനായിട്ട് പോകുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്. അപ്പോൾ ഈ കുടുംബത്തെ കാണുമ്പോൾ അവൾക്ക് എന്തോ ഒരു പ്രത്യേകത എപ്പോഴും ഈഡിത്തിന് തോന്നിയിരുന്നു. കാരണം അവരുടെ ഒരു വിവാഹ ജീവിതം വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പതുക്കെ അവൾക്കും തൻ്റെ വിവാഹത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങി തുടങ്ങണം എന്നുള്ളൊരാഗ്രഹം അവളുടെ മനസ്സിലുണ്ടായി തുടങ്ങി. അങ്ങനെ അവളും അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആരംഭിക്കുകയാണ്. ഇനി ഈഡിത്തിന് ഇങ്ങനെയുള്ള ഒരു സന്ദർശന സമയത്ത് അവൾക്ക് ഒരു ബൈബിള് ഒരാൾ സമ്മാനിക്കുന്നുണ്ട് വായിക്കാനായിട്ട്. അത് ഒരു മധ്യ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഒരു ബൈബിളാണ്. അപ്പോൾ ഈ ബൈബിള് വായിച്ച് അവൾ തുടങ്ങുന്നുണ്ട്. അപ്പം ആ സമയത്താണ് അവൾ ക്രിസ്ത്യൻ തത്വചിന്തയൊക്കെ അവളുടെ ജീവിതത്തിൽ, അവളുടെ മനസ്സിലേക്ക് കടന്നുകൂടാനായിട്ട് തുടങ്ങുന്നത്. അങ്ങനെ ഈ ഒരു സമയത്താണ് ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുക. അങ്ങനെ അവളുടെ പഠനം ഏകദേശം ഒരു പാതി വഴിക്ക് നിൽക്കുന്ന ഒരവസ്ഥയായി യുദ്ധം കാരണം. അതോടൊപ്പം തന്നെ ഇവരുടെ പ്രിയപ്പെട്ട കുഞ്ഞുസാറ് യുദ്ധരംഗത്തേക്ക് പോവുകയാണ് സേവനത്തിനായിട്ട്. യുദ്ധത്തിന് പോകുന്നതിന് മുമ്പായിട്ട് സാറ് ഈഡിത്തിനോട് ചോദിക്കുന്നുണ്ട് നിൻ്റെ ആ ഒരു പ്രബന്ധത്തിൻ്റെ കാര്യമൊക്കെ എന്തായെന്ന്. പക്ഷേ ഈ ഒരു സമയം അവളും അവളുടെ കൂട്ടുകാരും ചേർന്നൊരു തീരുമാനം എടുക്കുന്നുണ്ട്. അതായത് യുദ്ധരംഗത്ത് പോയി അല്ലെങ്കിൽ അവിടെ നിന്ന് മുറിവേറ്റ് വരുന്നവരെ അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന രോഗികളെയൊക്കെ പരിചരിക്കാനായിട്ട്
ആതുര സേവനത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കാമെന്നുള്ളത്. അപ്പോൾ അദ്ദേഹം ഈഡിത്തിനോട് ഈ ഒരു പ്രബന്ധത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഈഡിത്ത് പറയുന്ന മറുപടി ഇതാണ്: അതിനേക്കാൾ വലിയ കാര്യമാണല്ലോ ആതുര സേവനം. അപ്പോൾ ഞാനിപ്പോൾ അതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് അദ്ദേഹത്തോട് പറയുകയാണ്. അങ്ങനെ ഈഡിത്തും കൂട്ടുകാരും കൂടെ ഈ ഒരു ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ അവർ ആശുപത്രികളിൽ കടന്നു ചെന്ന് അവിടെയുള്ള രോഗികളെ പരിചരിക്കുക വളരെ സ്നേഹപൂർവ്വം, എന്നാൽ അതിലേറെ പ്രതിബദ്ധതയോടുകൂടി തന്നെ അവർ വളരെ തീക്ഷ്ണതയോടുകൂടി രോഗികളെ ശുശ്രൂഷിച്ച് പരിചരിച്ചൊക്കെ പോന്നു. അങ്ങനെ ഇവർ ഈ ഒരു കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യുന്നത് കണ്ടപ്പോൾ സ്വാഭാവികമായും അവിടെ ഉള്ള ആശുപത്രിയിലുള്ള സേവനം ചെയ്തിരുന്നവർക്കൊക്കെ ചെറിയ അനിഷ്ടങ്ങളൊക്കെ തോന്നിത്തുടങ്ങി. കാര്യം അവർക്ക് അവരുടെ ജോലി തിരക്ക് കൊണ്ടാവണം അവർ പലപ്പോഴും രോഗികളോട് അത്ര നല്ല രീതിയിലായിരുന്നില്ല പെരുമാറിയിരുന്നത്. പക്ഷേ ഈഡിത്തിൻ്റെയും കൂട്ടുകാരുടെയും പെരുമാറ്റ രീതികളും എല്ലാം അവിടെ ഉള്ളവർക്ക് രോഗികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഇത് കണ്ടപ്പോൾ സ്വാഭാവികമായും മറ്റുള്ളവർക്ക് അസൂയ തോന്നിത്തുടങ്ങി. അവർ അവിടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന ആൾക്കാർ ഈഡിത്തിനോടും കൂട്ടുകാരോടും വളരെ വേദനിപ്പിക്കുന്ന രീതിയിൽ പെരുമാറാനൊക്കെ തുടങ്ങി. പക്ഷേ ഈ അപമാനങ്ങളെല്ലാം ഈഡിത്ത് വളരെ ക്ഷമയോടുകൂടി സഹിച്ചു. അങ്ങനെ നിന്നുകൊണ്ട് തന്നെയാണ് അവർ തങ്ങളുടെ സേവനങ്ങൾ അവിടെ പൂർത്തിയാക്കിയത്. അങ്ങനെ ഏതാനും നാളുകൾ കഴിയുമ്പോൾ അവരെ എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് ഞെട്ടിപ്പിച്ചുകൊണ്ട് ഈ ഒരു വാർത്ത വരികയാണ്. അതായത് തങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കുഞ്ഞു സാറ് ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങി. യുദ്ധരംഗത്ത് അദ്ദേഹം കൊല്ലപ്പെട്ടു. അത് എല്ലാവർക്കും, കോളേജ് വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഒന്നടങ്കം വളരെ വേദനാജനകമായൊരു വാർത്തയായിരുന്നു. അപ്പോൾ ഈ വാർത്ത കേട്ട ഉടനെ തന്നെ ഈഡിത്തും കൂട്ടുകാരും നേരെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുകയാണ് അദ്ദേഹത്തിൻ്റെ പത്നിയെ ആശ്വസിപ്പിക്കാനായിട്ട്. കാര്യം അവർക്കറിയാം അവർ തമ്മിൽ എത്രത്തോളം നല്ലൊരു ബോണ്ടിങ്, എത്രത്തോളം അടുപ്പമുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഉറപ്പായും അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഇത് തളർത്തി കാണും എന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും അവരെ ആശ്വസിപ്പിക്കാനായി ആ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നു. ഈ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഈഡിത്തിനെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയതും ചിന്തിപ്പിച്ചതുമായ ഒരു കാഴ്ചയാണ് ഈഡിത്ത് അവിടെ കാണുക. കാര്യം അവിടെ ചെന്നുമ്പോൾ അവൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ മറ്റുള്ളവരെ, അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ വേദനിക്കുന്ന മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നതായി വളരെ ശാന്തതയോടുകൂടി അദ്ദേഹത്തിൻ്റെ ആ ഒരു വിയോഗം സ്വീകരിച്ചതായിട്ടും ഈഡിത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും വലിയൊരു ദുരന്തം തങ്ങളുടെ വീട്ടിൽ സംഭവിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് എങ്ങനെ ഇത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു എന്നുള്ള കാര്യം ഈഡിത്തിനെ വളരെയധികം അത്ഭുതപ്പെടുത്തി. അങ്ങനെ അവൾ ഈ കാര്യം അവളുടെ മനസ്സിൽ തോന്നിയ ആ ഒരു ചിന്ത അവൾ നേരിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നൊരു ഉത്തരം ഇതാണ്. ക്രൂശിതനെ കാണിച്ചിട്ട് അവർ പറയും, അവൻ്റെ സഹനങ്ങളാണ് എനിക്ക് ശക്തി പകരുന്നതെന്ന്. ക്രൂശിതനായ ഈശോയുടെ ആ ഒരു വേദനകൾ, അവിടുത്തെ വേദനകളാണ് അതിനോട് തുലനം ചെയ്യുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല എന്ന് ഉള്ള ഒരു തിരിച്ചറിവ് അവൾക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ ശാന്തതയോടു കൂടി തന്നെ ആ ഒരു സത്യം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത്. സഹനങ്ങളെല്ലാം സന്തോഷപൂർവ്വം ക്ഷമയോടുകൂടി അവർ സ്വീകരിച്ചു. അപ്പോൾ ഈഡിത്തിന് വളരെയധികം ചിന്തയിലാഴ്ത്തിയ ഒരു സംഭവമായിരുന്നു ഇത്. പിന്നീട് ഈഡിത്ത് തനിക്ക് തൻ്റെ ഒരു സുഹൃത്ത്, ഈഡിത്തിനോട് മെറ്റിസ് എന്നാണ് പേര്, അത് അവളുടെ ഒരു സുഹൃത്ത് ഇതുപോലെ ഈഡിത്തിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഈഡിത്തിൻ്റെ ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈഡിത്ത് പറയുന്നുണ്ട്, എനിക്കിനി ബൈബിളിനെ കുറിച്ച് ഈഡിത്തൊരു കാര്യം പറയുന്നുണ്ട്. ഈഡിത്ത് പറയും, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും അത്ഭുതകരമായ ഒരു പുസ്തകമാണ് ബൈബിൾ എന്നുള്ളത്. അങ്ങനെ മെറ്റിസ് ഈഡിത്തിനോട് സംസാരിക്കുമ്പോൾ ഈഡിത്ത് ഇപ്രകാരമാണ് പറയുക, എഴുതപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹനീയമായ ഗ്രന്ഥമാണ് ബൈബിൾ എന്നാണ്. ഈഡിത്തിനെ ഈ ബൈബിള് വായിക്കാനായിട്ട് പ്രചോദിപ്പിച്ചത് കുഞ്ഞുസാറിൻ്റെ ഭാര്യയുടെ ആ ഒരു റെസ്പോൺസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണസമയത്തുള്ള അവരുടെ ആ ഒരു റെസ്പോൺസ് കണ്ടാണ് ഈഡിത്തിന് ബൈബിള് വായിക്കാനായിട്ട് വീണ്ടും പ്രചോദനം ലഭിച്ചത്. കാര്യം അവരുടെ ഇത്രയും വലിയൊരു സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർ എങ്ങനെ അത് സ്വീകരിക്കുന്നു എന്നുള്ളത് കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി, തത്വശാസ്ത്രത്തിനും മാനുഷികമായ പ്രതിസന്ധികളും വേദനകൾക്കുമൊക്കെ അപ്പുറം എന്തോ ഒന്ന് പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് അവൾക്ക് മനസ്സിലായി. അപ്പോൾ ഇത് കണ്ടെത്തണമെന്ന്
ആ ഒരു സത്യം അന്വേഷിക്കാനായിട്ടുള്ള ഒരു തോന്നൽ അവളുടെ ഉള്ളിൽ വന്നു തുടങ്ങി. അതിന് ശേഷമാണ് അവൾ തൻ്റെ കയ്യിൽ കിട്ടിയ ആ ഒരു സുവിശേഷം ഭാഗം അവൾ വായിക്കാനായിട്ട് ആരംഭിക്കുന്നത്. അവൾക്ക് കൂടുതൽ അതിലെന്തോ ഒരു സത്യമുണ്ടെന്ന് അവൾ കണ്ടെത്തുകയും ചെയ്യുന്നത്. അവൾ വായിച്ചു കഴിഞ്ഞപ്പോൾ അവൾ ഇപ്രകാരമാണ് പറയുക: യഹൂദ മതഗ്രന്ഥത്തിൽ ആരെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നുവോ അവരെയെല്ലാം ആ വ്യക്തിയെ ഞാൻ ബൈബിളിൽ കണ്ടെത്തി എന്ന് അവൾ മെറ്റിസിനോട് പറയുന്നു. അങ്ങനെ തുടർന്ന് അവൾ വീണ്ടും തൻ്റെ സത്യാന്വേഷണം തുടരുകയാണ്. നമ്മൾ നേരത്തെ കണ്ടു, അവളൊരു നിരീശ്വരവാദിയായിരുന്നു. യുക്തിചിന്ത അവൾ വളരെ ശക്തമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈഡിത്ത് ജർമ്മനിയിലായിരിക്കുന്ന സമയത്ത് ഏറ്റവും അറിയപ്പെടുന്ന ഒരു പ്രഭാഷക കൂടിയാണ്. തത്വചിന്തയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പ്രഭാഷക. ഈഡിത്തിന് നിരവധി സ്ഥലങ്ങളിൽ നിന്ന് പ്രഭാഷണം നടത്താനായിട്ട് ഇൻവിറ്റേഷൻ ലഭിച്ചിരുന്ന ഒരു കാലഘട്ടം. അങ്ങനെ എല്ലാ വിധത്തിലും ജർമ്മനിയിൽ പ്രശസ്തയായ ഒരു വ്യക്തിയായിരുന്നു ഈഡിത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്താണ് അവൾക്ക് ഒരു വ്യക്തിയുടെ ജീവിതം കൊണ്ട് അവൾക്ക് എന്തോ ഒരു സത്യം ലോകത്തിലുണ്ട്, ആ ഒരു സത്യം തനിക്ക് അന്വേഷിച്ച് കണ്ടെത്തണമെന്നുള്ള ഒരു തോന്നൽ അവളുടെ ഉള്ളിൽ വരികയും അങ്ങനെ ബൈബിൾ വായിക്കാനും അതിൽ സത്യദൈവത്തെ കണ്ടെത്തുവാനൊക്കെ ആയിട്ട് ഇടയാകുന്നത്. പക്ഷേ അപ്പോഴും അവൾ തൻ്റെ തീരുമാനം ഉറപ്പിച്ചിരുന്നില്ല. അതിനുശേഷം അവൾക്ക് കുഞ്ഞുസാറിൻ്റെ വീട്ടിൽ അവൾ വീണ്ടും സന്ദർശിക്കാനായിട്ട് പോയി. ആ സമയത്ത് അവൾക്ക് ആവിലയിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ആത്മകഥ അവൾക്ക് ലഭിക്കുകയുണ്ടായി. അങ്ങനെ ഇത് വായിക്കുമ്പോഴാണ് ഈഡിത്തിന് പൂർണ്ണമായിട്ടുള്ളൊരു മാനസാന്തരം ഈഡിത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അങ്ങനെ ഈഡിത്ത് പൂർണ്ണമായിട്ടും ക്രിസ്തു തന്നെയാണ് ഏകസത്യ ദൈവമെന്ന് തിരിച്ചറിയുകയും തനിക്കൊരു ക്രിസ്ത്യാനിയായി തീരണമെന്നുള്ള ഒരു തീരുമാനം എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ 1922 അവൾ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കടന്നു വരികയാണ്. അവൾ തെരേസ ബെനഡിക്റ്റ് ഓഫ് ദ ക്രോസ് എന്നുള്ള പേര് ആണ് സ്വീകരിക്കുക. തെരേസ എന്നുള്ള പേര് സ്വീകരിച്ചുകൊണ്ട് അവൾ ജ്ഞാനസ്നാനപ്പെടുകയാണ്. അങ്ങനെ അവൾ ഇതിനു മുമ്പ് തനിക്ക് ക്രിസ്ത്യാനി ആകണമെന്നുള്ള ആഗ്രഹവുമായിട്ട് കൊളോണിലെ കത്തീഡ്രലിൽ ചെന്നിട്ട് അവിടുത്തെ വികാരിയോട് തൻ്റെ ഒരു ആഗ്രഹമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഉടനെ അതിന് സമ്മതിക്കുന്നില്ല. അദ്ദേഹം നീ ഇനിയും കുറച്ചും കൂടി ഒരുങ്ങണം, അതിനുശേഷം നിനക്ക് വിശ്വാസത്തെക്കുറിച്ച്, കത്തോലിക്ക വിശ്വാസത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനൊക്കെ ആവശ്യപ്പെട്ട ശേഷം ആണ് അവൾക്ക് മാമോദീസ നൽകുക. അങ്ങനെ അവൾ വിശ്വാസത്തിലേക്ക് ഈ കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുന്നു എന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് അത്രയും ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചിരുന്നില്ല. എന്നിരുന്നാലും അവൾ സത്യത്തെ കണ്ടെത്തിയപ്പോൾ അവൾ പ്രതിസന്ധികളൊന്നും വകവയ്ക്കാതെ തന്നെ അവൾ മുന്നോട്ട് പോയി. പിന്നീട് അവൾക്ക് മറ്റൊരു ആഗ്രഹം വീണ്ടും ഉണ്ടായി. തനിക്ക് ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി തീരണമെന്ന്, അവൾക്ക് കോൺവെൻറ്റിൽ ചേരണമെന്ന് വലിയൊരു ആഗ്രഹം അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു കാര്യം അമ്മയോട് അവതരിപ്പിക്കുമ്പോഴും അമ്മ അതിനായിട്ട് സമ്മതിക്കുന്നില്ല. കാര്യം അമ്മയ്ക്ക് ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു. കാര്യം ഒരു പരമ്പരാഗത യഹൂദ മതവിശ്വാസത്തിൽ വളർന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടി ഇങ്ങനെ പോകുക എന്നുള്ളത് അമ്മയ്ക്ക് ഒട്ടും സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അമ്മയുടെ അനുമതി ലഭിച്ചിരുന്നില്ല. എങ്കിലും അവൾ കർമ്മല സഭയിൽ ചേരണമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ തന്നെ അവൾ മുന്നോട്ട് പോയി. ഈ സമയം ഈഡിത്ത് തൻ്റെ അമ്മയുടെ എതിർപ്പുകളൊന്നും വകവയ്ക്കാതെ തന്നെ കർമ്മല സഭയിൽ ജോയിൻ ചെയ്യുകയാണ്. അന്ന് ഈഡിത്തിന് 42 വയസ്സ്. ഈഡിത്തിൻ്റെ കൂടെ ഇതുപോലെ സന്യാസ പഠനത്തിന് കുട്ടികളെല്ലാം 20 വയസ്സ് പ്രായം. അങ്ങനെ ഏകദേശം ഇത്രയും കാലഘട്ടം കഴിഞ്ഞിട്ട് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു മധ്യകാലഘട്ടമാകുമ്പോഴാണ് ഈഡിത്ത് സത്യദൈവമേ ആയ ക്രിസ്തുവിനെ തിരിച്ചറിയുകയും ക്രിസ്തുവിൻ്റെ മണവാട്ടിയായിട്ട് തീരുമാനിച്ച് കോൺവെൻറ്റിൽ കന്യാലയത്തിൽ ചേരുകയും ചെയ്യുന്നത്. അങ്ങനെ ഈഡിത്തിൻ്റെ 1934 ഈഡിത്ത് കോൺവെൻറ്റിൽ ചേരുന്നത്. 1936 ഈഡിത്തിന് തൻ്റെ അമ്മയെ നഷ്ടപ്പെടുന്നു. അമ്മ മകളെ താൻ പറഞ്ഞത് കേട്ടില്ല എന്നുള്ള ഒരു വേദനയോടുകൂടി തന്നെയാണ് അമ്മ മരണപ്പെടുക. എല്ലാ റിഗ്രറ്റും മനസ്സിൽ വച്ചുകൊണ്ട് തന്നെ ആണ് അമ്മയുടെ മരണം സംഭവിക്കുന്നത്. ഇതിനുശേഷം ഈഡിത്തിൻ്റെ ചേച്ചി റോസയും കോൺവെൻറ്റിൽ ചേരുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ട ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ സമയത്ത് ഹിറ്റ്ലറിൻ്റെ യഹൂദ വിരുദ്ധത വളരെ നന്നായി ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ജർമ്മനിയിലാണ് ഇവർ താമസിക്കുന്നത്. 1938 ഈ ഒരു സമയത്ത് ജർമ്മനിയിലും ഇതുപോലെ യഹൂദരെ പീഡിപ്പിക്കുന്ന ഒരു അവസ്ഥ വന്നു. അങ്ങനെ ഈഡിത്തിന് മറ്റൊരു തീരുമാനം എടുക്കേണ്ടി വന്നു. ഈഡിത്ത് ഇവിടെ നിന്ന് ഹോളണ്ടിലേക്ക് യാത്രയാണ്. ചേച്ചിയോടൊപ്പം തന്നെ ഇവർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് മാറി താമസിക്കണമായിരുന്നു. അങ്ങനെ അവരവിടെ നിന്ന് കൊളോണിൽ നിന്ന് ഹോളണ്ടിലേക്ക് അവർ മാറി താമസിക്കുകയാണ്. അപ്പോൾ ഈ സമയം കുറച്ച് നാൾ 1942 വരെ അവരവിടെ
വലിയ സുരക്ഷിതരായി തന്നെ അവർക്ക് അവിടെയുള്ള കോൺവെൻറ്റിൽ കഴിയാനായിട്ട് സാധിച്ചു. 1942 വീണ്ടും ഹിറ്റ്ലർ ഇവിടെ ഹോളണ്ട് പിടിച്ചടക്കി അവിടെ ഉള്ളവരെയും പീഡിപ്പിക്കാനായിട്ട് ഇവരെല്ലാം തേടി ഇറങ്ങുവാൻ ഹിറ്റ്ലറും പടയാളികളും എല്ലാം ഇവരെ തേടി ഇറങ്ങുവാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ ഇതോടെ ഈഡിത്തിന് തൻ്റെ ജീവിതം ബലിയായി നൽകേണ്ട ആ ഒരു സമയം അടുത്തു കഴിഞ്ഞിരുന്നു. ഒരിക്കൽ ഒരു ദിവസം കോൺവെൻറ്റിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു സിസ്റ്റർ കൂടെയുള്ള ഒരു സന്യാസിനി വന്ന് ഈഡിത്തിനോട് പറയുക, ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ പുറത്ത് കാത്തു നിൽക്കുന്നു, പോകേണ്ട സമയമായെന്ന്. അങ്ങനെ ഈഡിത്തിന് ഏകദേശം നല്ലൊരു നിശ്ചയമുണ്ടായിരുന്നു എന്താണ് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ കർമ്മല സഭയിൽ തനിക്ക് എന്തോ ഒരു നിയോഗം ഉള്ളതായിട്ട് ഈഡിത്തിന് നന്നായി അറിയാമായിരുന്നു. അതിനാൽ തന്നെ അവൾ അവിടെ നിന്ന് തനിക്ക് ക്രിസ്തുവിൻ്റെ രക്തസാക്ഷിയായി തീരുവാനുള്ള വലിയ ഭാഗ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി തന്നെ അവർക്ക് കീഴടങ്ങുകയാണ്. അവളോടൊപ്പം തന്നെ അവളുടെ ചേച്ചി റോസയും തടവിലാക്കപ്പെടുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഹിറ്റ്ലറിൻ്റെ കാലഘട്ടത്തിൽ, ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഗ്യാസ് ചേമ്പർ, അവിടേക്കാണ് ഈഡിത്തിനെ പിടിച്ചുകൊണ്ട് പോകുന്നതും അടയ്ക്കുന്നതും. അപ്പോൾ ഇതിനു മുമ്പ് അതേ സ്ഥലത്ത് തന്നെ മറ്റൊരു വിശുദ്ധ മാക്സിമിലിയൻ കോൾബെയും ഇതുപോലെ ജീവൻ ബലികഴിച്ചിരുന്നു. അപ്പോൾ ഇവിടേക്ക് തന്നെ വരാനായിട്ടുള്ള ഭാഗ്യം നമ്മുടെ വിശുദ്ധ ഈഡിത്ത് സ്റ്റെയിനും ലഭിക്കുകയുണ്ടായി. അവിടെ വന്നു കഴിഞ്ഞിട്ടും അവളുടെ പെരുമാറ്റം വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു. കാര്യം കൂടെയുള്ള തടവുകാരെയെല്ലാം അവൾ തൻ്റെ മരണത്തിന് മുമ്പുള്ള തൻ്റെ മരണമാണ് അടുത്തതെന്ന് അവൾക്ക് അറിയാം. എന്നാൽ പോലും അവൾ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ആശ്വസിപ്പിച്ചതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഗ്യാസ് ചേമ്പറിനുള്ളിൽ കഴിഞ്ഞുകൂടിയത്. ആയിരത്തി 1942 തൻ്റെ സഹോദരിയോടൊപ്പം തന്നെ ആ കൂരയ്ക്കുള്ളിൽ അവൾ തൻ്റെ ജീവിതം ബലിയായി നൽകി. 1998 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അവളെ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ ഈഡിത്തിൻ്റെ ജീവിതം ഒരു യഹൂദ മതവിശ്വാസത്തിൽ നിന്ന് തത്വശാസ്ത്രത്തിൻ്റെയും നിരീശ്വരവാദത്തിലൂടെയും കടന്ന് പിന്നീട് സത്യദൈവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ഒരു ജീവിതമായിരുന്നു. പൂർണ്ണമായിട്ടും ആ സത്യത്തെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞപ്പോൾ തൻ്റെ ജീവൻ പോലും വകവയ്ക്കാതെ അതിനു വേണ്ടിയിട്ട് ക്രിസ്തുവിന് വേണ്ടി ബലികഴിക്കാൻ പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു ഈഡിത്തിൻ്റേത്. ഈഡിത്തിൻ്റെ ജീവിതം നമ്മൾക്ക് മാതൃകയാക്കാം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ വേദനകൾ ഉണ്ടാകുമ്പോൾ പോലും ദൈവമുണ്ടോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാറുണ്ട്. പക്ഷേ സഹനങ്ങളിലും നമുക്ക് ശക്തി നൽകുന്നത് ക്രിസ്തുവിൻ്റെ സഹനങ്ങളാണ്. അവൻ്റെ സഹനങ്ങളോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഉറപ്പായും നമ്മളുടേത് ഒന്നുമല്ലാതായി തീരുന്നു. അങ്ങനെ ഈഡിത്തിൻ്റെ ജീവിതം നമുക്കും ഒരു മാതൃകയായി തീരട്ടെ.